എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചൂലെ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചക്ക സീസൺ തുടങ്ങി, പഴുത്ത ചക്ക കിട്ടാൻ തുടങ്ങിയില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തൊക്കെയാ പറയുന്നത്, രണ്ടും കൂടി എന്താണ് ബന്ധം എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമാമിന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ചക്ക അട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിചാരിക്കും ഇല വേണ്ടേ അതിനുള്ളത്. ഇലയൊന്നും വേണ്ട, ദോശക്കല്ലിൽ വെച്ച് പരത്തി ഉണ്ടാക്കുന്ന ചക്കയടയാണ് നമ്മുടെ വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കാരണം എന്താ പറയുക, അതിൽ കുറച്ച് മധുരവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പിള്ളേർക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ മധുരം കഴിക്കാനും മധുരം കൊണ്ടുള്ള പലഹാരങ്ങൾ കഴിക്കാനും ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ സ്കൂൾ അടച്ച സമയമായതുകൊണ്ട് കുറച്ച് നടക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റാട്ടോ. പിന്നെ എന്താ, വലിയവർക്കും കഴിക്കാം. ഞാൻ കുട്ടികളെ മാത്രം എടുത്ത് പറയുകയില്ല, വലിയവർക്കും കഴിക്കാം. പിന്നെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാം. അങ്ങനെ നമുക്ക് നമ്മളുടെ വസ്തുമമ്മി കാണിച്ചു തന്നിട്ടുള്ള ചക്കയട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് പുറമെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കൂ കേട്ടോ. കാരണം അതിലാണ് കറക്റ്റ് മെഷർമെന്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തെറ്റാതെ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വസ്തുമമ്മി കാണിച്ചു തന്നിട്ടുള്ള ചക്കയട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയത്. ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വരിക്ക ചക്ക, നല്ല ക്രിസ്പായിട്ടുള്ള ചക്ക വേണം കേട്ടോ. കൂഴച്ചക്ക പാടില്ല, അത് നന്നാവില്ല കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക കേട്ടോ. പിന്നെ പുഴുങ്ങലരി നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കുക 2 മണിക്കൂർ. ആവശ്യത്തിനുള്ള തേങ്ങ, മധുരത്തിന് വേണ്ട ശർക്കര, കുറച്ച് തേങ്ങ അധികം എടുത്തോളൂ, ടേസ്റ്റാണേ. കുറച്ച് വെള്ളത്തിൽ നമ്മൾ എടുത്ത് വെച്ച ശർക്കര ഒന്ന് അലിഞ്ഞ് വരട്ടെ. ജാറെടുക്കുക, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങയും കുതിർത്തി വെച്ച അരിയും വെള്ളം തൊടാതെ എടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും വേണ്ട. ശർക്കര അപ്പോഴേക്കും അലിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് അരിച്ചെടുക്കുക. ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ അതിൽ വല്ല കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെടും. ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിനുമിനാന്ന് അരയ്ക്കേണ്ട, ഒരു ചെറിയ തരി ഇരുന്നോട്ടെ. അതിനാണ് ആ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതാ കേട്ടോ, ചെറിയ തരിതരിപ്പ് ഉണ്ടാവും അതിൽ. ആവശ്യത്തിനുള്ള ചക്ക എടുത്ത് വയ്ക്കുക. എത്ര ചക്ക വേണോ അത്രയ്ക്കുള്ള ചക്കയിൽ നമ്മൾ അരച്ച് വെച്ച മാവുണ്ടല്ലോ, അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ചക്കയുടെ മധുരവും ശർക്കരയുടെ മധുരവും തേങ്ങയുടെ സ്വാദും ഒക്കെ കൂടി നല്ല കിടിലൻ അടയാണ് കേട്ടോ. അത് നല്ല നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നല്ല സൂപ്പർ അടയായിരിക്കും എന്നുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇളക്കി വെക്കുമ്പോൾ തന്നെ സാധാരണ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്ന് തോണ്ടി കഴിച്ച് നമുക്ക് അട പരത്താനേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഈ മാവിനെ നല്ലൊരു ടേസ്റ്റാണ്. ദോശക്കല്ല് വെക്കുക. ദോശക്കല്ലൊന്ന് ചൂടായിട്ട് വരട്ടെ. മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിക്കരുത് കേട്ടോ. നല്ല എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ദോശക്കല്ലിലെ എല്ലാം അവിടേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. കല്ലൊന്ന് ചൂടായി വന്നാൽ നമ്മൾ അരച്ച് വെച്ച മാവുണ്ടല്ലോ, ചക്കയൊക്കെ ഇട്ട് ഇളക്കി വെച്ച മാവുണ്ടല്ലോ, ആ മാവ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒരുപാട് ലൂസാവരുത്, ഇതുപോലെ കുറച്ച് തിക്കാവണം കേട്ടോ. എന്നാലേ നമുക്ക് പരത്തി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഒലിച്ചു പോയില്ലേ. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല വൃത്തിയുള്ള കയ്യാവണം. ആ കയ്യ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കൊന്ന് മുക്കി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഇലയട ഉണ്ടാക്കുമ്പോൾ ഇലയിൽ നമ്മളിതിനെ പരത്തില്ലേ, അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പക്ഷേ അപ്പോൾ ഇത് ലൂസാവാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ലൂസായി ഒലിച്ചു പോവും. അപ്പോൾ ചക്ക ഉണ്ടെങ്കിലൊന്നും നമുക്ക് മര്യാദയ്ക്ക് അങ്ങനെ സ്മൂത്തായിട്ട് കിട്ടില്ല. ചക്കയുള്ള ഭാഗമൊക്കെ പൊട്ടി പോവും, ചക്ക വിട്ട് വരും, അങ്ങനെ 100 പ്രശ്നങ്ങളില്ലേ. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. നമ്മുടെ കൈ വിരൽ കൊണ്ട് തന്നെ ഒരു 3-4 ഹോൾ ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്നറിയോ? വെന്ത് വരാൻ, നന്നായിട്ടൊന്ന് വെന്ത് വരാൻ. നമ്മൾ ഒഴിക്കുന്ന എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അവിടെ തന്നെ നിൽക്കണേ. അതും വെച്ചിട്ട് പോയാൽ കരിഞ്ഞു പോവുകയുള്ളൂ. ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കിട്ടണ്ടേ. ഇതുണ്ടോ, എന്താ ഒരു മണവും, നല്ല സൂപ്പർ മണമാണ്. അതിൻ്റെ കളറേ ഒന്ന് മാറി, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സൂപ്പർ ടേസ്റ്റാണെന്നുള്ളത്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
വീണ്ടും കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒന്നും കൂടി അടച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ എന്താ കുഴപ്പം, കരിഞ്ഞും പോവും, വെന്ത് വരില്ല. പക്ഷേ ഇതിനൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ, എന്നാലേ നമുക്ക് നന്നായിട്ടത് കിട്ടുള്ളൂ. ഒന്നും കൂടി അടച്ച് വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മളുടെ ചക്കയട സൂപ്പറായിട്ട് കിട്ടി. കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടാവില്ലേ? കാരണം ശർക്കര, തേങ്ങ, പിന്നെന്താ ചക്ക, ഇത് 3 കോമ്പിനേഷനും കൂടി ആഹാ സൂപ്പർ കോമ്പിനേഷനാണ്. അങ്ങനെ ചക്കയട റെഡിയായി. ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്യിൻ്റെ കൂടെയോ വെണ്ണയുടെ കൂടെയോ നമുക്ക് കഴിക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് തനിയേയും കഴിക്കാം. തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നിങ്ങോട്ട് മുരിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ചക്ക സീസണല്ലേ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ, നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇഷ്ടപ്പെടുവാന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.